ഇനിയും 10 കിലോമീറ്റർ ഉണ്ട്. എനിക്ക് വയ്യ അവിടെ വരെ നടക്കാൻ. വെളുത്ത് മനുഷ്യന് നടക്കാൻ പറ്റൂല. അതെ അവിടെ ഒരു ടാക്സി എടുക്കണ്ടല്ലോ, അയാളോട് ചോദിച്ചപ്പോ കൊണ്ടുപോകാൻ. അമ്മയുടെ അതാരത്? എന്താ വേണ്ടേ? ഒരു കാറ് മേടിക്കാൻ കിട്ടുവോ? കാറ് മേടിക്കാൻ കാർ ഷോറൂം ഒന്നുമല്ല, ടാക്സി ഒക്കെ ഇടുന്ന സ്ഥലം. പിന്നെ വേണമെങ്കിൽ കേറിക്കോ. എന്തിനാ എന്താ വേണ്ടെന്ന് ചോദിച്ചത്? പിന്നെ നമ്മളൊരാളെ കാണുമ്പോ പിന്നെ നമ്മള് സ്വാഭാവികമായിട്ട് ചോദിക്കൂല എന്ത് വേണ്ടേന്ന്. അതൊക്കെ മോക്ക് വേണമെങ്കിൽ ടാക്സി കയറാം, അല്ലെങ്കിൽ ഞാൻ പോവാ. പേഴ്സിലാണെങ്കിൽ ഒരു 5 രൂപയില്ല. പെട്രോൾ എങ്ങനെ അടിക്കുള്ളൂ. ഇനി ഇവളെ കൊണ്ടാക്കി ഇവളെ അടുത്ത് അല്ലായിരിക്കും. എവിടെ പോണ്ടേ? അമ്മയുടെ വീട്ടിലോട്ട്. നിന്റെ അമ്മയുടെ വീട് എങ്ങനെയാ? എനിക്ക് ND ഫോറസ്റ്റിലുള്ള ബസ് സ്റ്റോപ്പിൽ ഇറക്കിയാൽ മതി. അയ്യോ മോളെ, ND ഫോറസ്റ്റിലൊന്നും ആരും പോകാറില്ല. അവിടെ കൊലപാതകം നടക്കണതാ. എനിക്ക് പൈസ കിട്ടണമെങ്കിൽ അവിടെ ഇറക്കിക്കോ, അല്ലെങ്കിൽ ഞാൻ പോകും. മോളെ വെറുതെ ചോദിച്ചത് തന്നെ. മോള് ഇവിടെ തന്നെ നിന്നു, ഞാൻ വണ്ടി വിടട്ടെ. എത്രയായി പൈസ? 3500. അത്രയായോ? പിന്നെ അത്രയും ദൂരമൊക്കെ 10-20 കിലോമീറ്റർ ഒക്കെ ഈ കാട്ടിക്കൂടെ വന്നതിന്. അപ്പൊ അത്ര രൂപയ്ക്കാവും പൈസ. എന്നാ ശരി, ഇറങ്ങിക്കോ. സരോതി ബോണിനെ വിളിക്കാൻ പോവാ. എന്നാ നമുക്ക് പോവാം. ബോണീനൊക്കെ കിട്ടി, ഇനി ഇവിടെ ഇരിക്കാം. എന്നെ കിട്ടിയിട്ട് എന്നെയും കൂടെ അയക്കണേ. സുഹൃത്തുക്കളെ, ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. എൻ്റെ പേരാണ് ബോണി. എനിക്ക് 1 വയസ്സേ ഉള്ളൂ. ഇനി തുടങ്ങി ഞാൻ ഇവരുടെ കൂടെ യൂട്യൂബ് ചാനൽ ഉണ്ടാവും. എന്നെയും കൂടെ സപ്പോർട്ട് ചെയ്ത് കാണിക്കണേ. ഞാൻ ഇവിടെയൊക്കെ ചുറ്റി കറങ്ങി വെച്ചും പറഞ്ഞു, നീ അവിടെ കാട്ടിലോ പെട്ടുപോയി. അറ്റം വരെയും വയസ്സും തിരിച്ചു വരാം. അവിടെ കുറെ പശുക്കളും എരുമകളും ഒക്കെ ഉണ്ട്. വെള്ളിരിക്ക ഇതാണ് ചോര ബൾബറി. ഇത് നമുക്ക് കഴിക്കാം. 1 മിനിറ്റ് കണ്ടോ, ബൾബറി.
റെഡ് ബൾബ് ബോണി അവിടെ എന്ത് ചെയ്യായിരിക്കും? ബോണി വിഷമിച്ചിട്ടുണ്ടായി. പിന്നെ ഞാൻ ബോണിയുടെ കാര്യവും മറന്നു. ഈ കൃഷി ഇത് എവിടെ പോയി കിടക്ക എന്നോട് ഒറ്റയ്ക്കാക്കിച്ച്? ഓ, അത് അവിടെ കുറച്ചില്ല കാഴ്ചകൾ ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, അത് കഴിച്ചു. ഇങ്ങനെ വീട്ടിലെത്തുമ്പോ ശരിയാക്കി തരടി. എനിക്ക് വേണ്ടി ഫുഡും പിന്നെ ചായയും ചേച്ചി ഏതോട്ട് ചായ കുടിക്കാൻ പോണേ? ആദ്യം ഇട്ടേച്ച് പോയ പോലെ പോലെ സൗണ്ട്, അത് കേട്ടിട്ട് ഒരു വെടിയൊച്ചയുടെ സൗണ്ടാണ് കേൾക്കണേ. ചേച്ചി ഇപ്പൊ ഇവിടെ ആരോ വന്നേച്ചും പോയി. അവരാളൊരു മാസ്ക് ഇട്ടുണ്ടായിരുന്നു അവിടെ. ഞാൻ അവിടെ പോയി നോക്കാം. അവിടെ എന്താ മാസ്ക് എടുക്കണ്ടല്ലോ? ഇത് കണ്ടിട്ട് 5 രൂപയ്ക്ക് പള്ളിപ്പെരുന്നാളിന്ന് കിട്ടണ മാസ്ക് പോലെ. എന്നാലും ഇത് അടിയായിരിക്കും, ഇത്രയും നേരം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഈ മാസ്കിന്റെ ചുണ്ടിലൊക്കെ ചോര ഇരിക്കണ എന്താ പോണി? അയ്യോ ചേച്ചീനെ ഞങ്ങൾ ഇടിച്ചിട്ടൂലോ. ഇയാൾ എന്നെ